ഹലോ കൂട്ടുകാരെ, അപ്പോൾ ദേ ഇന്നൊരു ഞായറാഴ്ച ദിവസം ഉണ്ടാ. ഞായറാഴ്ച ദിവസം ദേ എനിക്കിന്ന് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഒരു സ്പെഷ്യൽ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ജോലിക്ക് പോയി തിരിച്ചു വന്ന വഴി നമ്മുടെ ദേ മുസരീസിൻ്റെ അവിടെ ഡെയ്സി ഡംപിളിൽ കയറിയിട്ടുണ്ട്. ഈ ഡെയ്സി ഡംപിളിൽ കയറാനുള്ള കാരണം വേറെ ഒന്നുമല്ല, സുതപ്പനാണെങ്കിൽ 2 ദിവസമായി പറയണത് ഇവിടെ എന്തോ ഒരു ബബിൾ ജ്യൂസ് ഉണ്ടെന്നോ മറ്റുമൊക്കെ. ഈ ബബിൾ ജ്യൂസിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ ബബിൾ ജ്യൂസ് എന്നായിരിക്കുള്ളൂ എല്ലാം ഇപ്പോഴും പറയാൻ പോണത്. കാരണം പേര് ഞാൻ മറന്നുപോയി, എന്തോ ഒരു പേരുണ്ട് ഇനി. അങ്ങനെ ദേ ഞാനവിടെ കുറച്ചധികം സമയം കാത്തു നിന്നപ്പോഴും സുനിച്ചേട്ടൻ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇറങ്ങിയാന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ദേ കുറച്ചധികം നേരം കാത്തു നിന്ന് നമുക്ക് നമ്മുടെ സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നാണെങ്കിൽ രാവിലെ കുറേ പണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും സുധുവിന് കുറേ പണി ഉണ്ടായതുകൊണ്ട് തന്നെ സുധു നന്നായിട്ട് ക്ഷീണിച്ചൊക്കെ ഇരിക്കണത്. അപ്പോൾ ക്ഷീണിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഒരു സർപ്രൈസ്, കൊച്ചു സർപ്രൈസൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ ദേ പോണ വഴിക്ക് ഞാൻ നമ്മുടെ ചിക്കൻ കടയിൽ കയറിയിട്ട് ചിക്കനും മേടിച്ചിട്ടുണ്ട് കേട്ടോ. കറിക്കും പ്രത്യേകിച്ചൊന്നുമില്ല, അപ്പോൾ പിന്നെ ചിക്കനും മേടിച്ച് അങ്ങനെ ദേ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സുധപ്പനാണ് എനിക്ക് വന്നപ്പോൾ തന്നെ ഗുവയുടെ ജ്യൂസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ മൂലൻസിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. അതൊക്കെ കുടിച്ചതിന് ശേഷം ആളവിടെ തുണിയൊക്കെ മടക്കി വെക്കണ്, വിളക്ക് വെക്കണ്, അങ്ങനെ പുള്ളിയുടെ പരിപാടികളൊക്കെ പുള്ളിയോട് ഒരു സൈഡിൽ കൂടിയൊക്കെ നടത്തണുണ്ടായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേഗം ബനിയനൊക്കെ ഇട്ടിട്ട് വാ, ഞാനൊരു സാധനം തരാമെന്ന് പറഞ്ഞ് വേഗം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആൾ ഞെട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. സാധാരണ കിറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വരുമ്പോൾ തന്നെ പുള്ളിയാണ് മേടിച്ച് വെക്കണത്. ഇന്ന് പുള്ളീനെ കാണിക്കാതെ ഞാൻ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ സംഭവം നല്ല അടിപൊളിയായിട്ട് സുധുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്, നല്ല രസമുണ്ട്. അതിൻ്റെ ഇടയിൽ ബബിള് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ ഓർത്തതാണ് ശ്രുതിയോട് ചോദിച്ചിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പറയാമെന്ന്. പക്ഷേ ഞാൻ ഈ സംഭവം മറന്നുപോയി. സുധപ്പൻ അറിയാമായിരിക്കും കേട്ടോ, വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആളിവിടെ ഇല്ലല്ലോ. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ ചിക്കൻ മേടിച്ചതിനെ ചിക്കൻ പുരട്ടി വറുക്കാനൊക്കെ പുരട്ടി വെച്ചതാണ്. പക്ഷേ ഞാൻ പിന്നെ അങ്ങോട്ട് പ്ലാൻ ബിയിലോട്ട് മാറി. നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് ചിക്കൻ കറി വെക്കാമെന്നുള്ള പ്ലാനിലേക്ക് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ദേ സവാളയും പച്ചമുളകും എല്ലാവരും ആവശ്യമുള്ളതും പൊടികളൊക്കെ ഇട്ട് അങ്ങോട്ട് ഇളക്കി കൂട്ടി തട്ടിക്കുട്ടി അങ്ങോട്ട് പൊത്തി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ അങ്ങോട്ട് കുറച്ച് സമയം ഒന്ന് ആവി കയറി വെള്ളമൊക്കെ വന്ന് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിന് ഇടാം. ഉരുളക്കിഴങ്ങാണെങ്കിൽ കുറേ എടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് ഇത്ര ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സുധുവിനോട് പറഞ്ഞു നമുക്കത് പെറുക്കി കഴിക്കാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദേ ഉരുളക്കിഴങ്ങും പാത്രം ഇത്തിരി ചെറുതായെന്നൊരു സംശയം, എന്നാലും സെറ്റായി വന്നപ്പോൾ അത് ഓക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ റേഷനരി ചോറ്, ഞാൻ ഈ പ്രാവശ്യം റേഷൻ മേടിച്ചത് നമ്മുടെ റോസരിയാണ് കേട്ടോ. റോസരി കഴിക്കാൻ നല്ലൊരു പൂതി തോന്നിയപ്പോൾ റോസരിയാണ് മേടിച്ചത്. റോസരി കുഴപ്പമില്ല, നമുക്ക് ചൂടോടുകൂടി കഴിക്കാൻ കുഴപ്പമില്ല. ആറിക്കഴിഞ്ഞ് കഴിയുമ്പോഴേ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ കൂട്ടി നമ്മളൊരു പിടി പിടിച്ചിട്ടാ.